7 തവണ മരണത്തിൽ നിന്ന് രക്ഷപ്പെട്ട ഒരു വ്യക്തി അവസാനം 87 വയസ്സ് വരെ ജീവിച്ചു. ഹലോ, ഫ്രെയിൻ സെലാക്ക് ഒരു ക്രൊയേഷ്യൻ മ്യൂസിക് ടീച്ചറാണ്. 1962 അദ്ദേഹം ട്രെയിനിൽ യാത്ര ചെയ്യുന്ന സമയത്ത് ട്രെയിൻ അപകടത്തിൽപ്പെടുകയും അദ്ദേഹം സാരമായ പരിക്കുകളോടുകൂടി രക്ഷപ്പെടുകയും ചെയ്തു. ഈ ഒരു ട്രെയിൻ ആക്സിഡന്റിൽ ഏകദേശം 17 ആളുകൾ മരണപ്പെട്ടു എന്നാണ് കണക്ക് പറയുന്നത്. തുടർന്നുള്ള വർഷം 1963 ഒരു ഫ്ലൈറ്റ് യാത്രയിൽ ഇദ്ദേഹത്തിന്റെ മിഡ് റോയിൽ എവിടെയായിരുന്നു ഇദ്ദേഹത്തിന്റെ സീറ്റ് ഉണ്ടായിരുന്നത്. ഫ്രണ്ടിൽ സീറ്റ് അവൈലബിലിറ്റി കണ്ടപ്പോൾ ഹോസ്റ്റസിനോട് ചോദിച്ച് ഇദ്ദേഹം സീറ്റ് മാറിയിരിക്കുകയായിരുന്നു. അതിനിടയ്ക്ക് എപ്പോഴോ ഈ പറഞ്ഞ പോലെ ഫ്ലൈറ്റിൽ എന്തൊരു ടെക്നിക്കൽ പ്രശ്നം വന്നു, ഫ്രണ്ടിലത്തെ ഡോർ ഓപ്പൺ ആയി, എയർ സക്ക് ചെയ്തു. ഇയാൾ ബെൽറ്റ് ഇടാനുള്ള ഗ്യാപ്പ് ഇയാൾക്ക് കിട്ടിയിരുന്നില്ല. സോ പെട്ടെന്ന് തന്നെ ഇയാളെ എയർ സക്ക് ചെയ്ത് ഫ്ലൈറ്റിൽ നിന്ന് താഴേക്ക് വീഴുണ്ടായി. ഇദ്ദേഹം വീണത് ഒരു വൈക്കോൽ കൂനയിലാണ്. അങ്ങനെ ഒരു സാരമായ പരിക്കുകളോട് കൂടി അദ്ദേഹം രക്ഷപ്പെടുകയുണ്ടായി. തുടർന്ന് 1966 ഇദ്ദേഹം ഒരു ബസ്സിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു പാലത്തിൽ വെച്ചിട്ട് ബസ്സിന്റെ നിയന്ത്രണം നഷ്ടപ്പെടുകയും ബസ് താഴെ പുഴയിലേക്ക് വീഴുകയും ചെയ്തു. ഇദ്ദേഹം സ്വാഭാവികമായിട്ടും നീന്തി രക്ഷപ്പെട്ടു. പല ആളുകൾക്കും അപകടത്തിൽ പരിക്ക് പറ്റുകയും ചെയ്തിരുന്നു. 1970 ഇദ്ദേഹം യാത്ര ചെയ്തിരുന്ന ഒരു കാറിന്റെ എഞ്ചിൻ കത്തിപ്പിടിച്ചു. വളരെ മൈന്യൂട്ടായിട്ടുള്ളൊരു സെക്കൻഡ് കൊണ്ട് ഇദ്ദേഹം റിയാക്ട് ചെയ്തുകൊണ്ട് മാത്രം ജീവൻ നിലനിർത്താൻ പറ്റി. അതിനെ തുടർന്ന് 1973 ഇതേപോലത്തെ ഒരു ഇൻസിഡന്റ് വീണ്ടും സംഭവിച്ചു. അദ്ദേഹത്തിന്റെ കാറിന്റെ ഫ്യൂൽ പമ്പിൽ വന്നൊരു പ്രശ്നമായിരുന്നു. ആ ഒരു ആക്സിഡന്റിൽ അദ്ദേഹത്തിന്റെ മുടി കുറെ കത്തിപ്പോവുകയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. 1995 ഇദ്ദേഹം ഒരു ഫുട്പാത്തിലൂടെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ നിയന്ത്രണം വിട്ട ഒരു ബസ് ഇദ്ദേഹത്തെ വന്ന് ഇടിച്ച് അത്യാവശ്യം പരിക്കേൽപ്പിക്കുകയും ചെയ്തു. 1996 ഒരു ലോങ് ജേർണി ഇദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഒരു ക്ലിഫി ഏരിയയിലൂടെ ആയിരുന്നു ഇദ്ദേഹം യാത്ര ചെയ്തിരുന്നത്. ഒരു ട്രക്ക് അദ്ദേഹത്തിന് നേരെ വന്നപ്പോൾ നിയന്ത്രണം വിട്ട ഇയാൾ കൊക്കയിലേക്ക് മറിയുണ്ടായി. ഏകദേശം 300 അടി താഴ്ചയിലേക്ക് ഇദ്ദേഹത്തിൻ്റെ കാറ് ചെന്നെത്തി. ഇദ്ദേഹം ഈ പറഞ്ഞ വീഴ്ചയിൽ എപ്പോഴോ ഒന്ന് ചാടാനുള്ള ഒരു ശ്രമത്തിൻ്റെ ഭാഗമായിട്ട് ഒരു മരത്തിൽ പിടിച്ച് അങ്ങനെ ജീവൻ നിലനിർത്തി. 2003 ബർത്ത്ഡേ കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞപ്പോൾ ഇദ്ദേഹത്തിന് ഒരു ലോട്ടറി അടിച്ചു. ഏതാണ്ട് ഇന്ത്യൻ വാല്യൂ 8 കോടിയോളം രൂപ വിലമതിക്കുന്ന ഒരു ലോട്ടറി ഇദ്ദേഹത്തിന് അടിക്കുകയുണ്ടായി. ഇദ്ദേഹം ആ പൈസ അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കൾക്ക്, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുത്തു. ഇദ്ദേഹം ഒരു വീട് സെറ്റാക്കി, ഒരു ബോട്ട് സെറ്റാക്കി. സോ അതൊക്കെ കഴിഞ്ഞ് ഇദ്ദേഹം ഒരു സാധാരണ ജീവിതം നയിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. 2016 നവംബർ 30 അദ്ദേഹത്തിൻ്റെ 87ാമത്തെ വയസ്സിലാണ് അദ്ദേഹം മരണപ്പെടുന്നത്.